അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടായിരുന്നു. രാവിലെ പുട്ടും മുതിരക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുട്ടിലേക്ക് ഉണ്ടായിരുന്നത് മുതിരക്കറിയാണ്. മുതിരയും പയറും ഒക്കെ നല്ല രസമല്ലേ. ഇവിടെ റഷിക്കാക്കും ആച്ചൂട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് മുതിരക്കറിയും പുട്ടൊക്കെ. അപ്പോൾ അതുണ്ടാക്കി ഇത്തിരി കറി ഇത്തിരി കൂടുതൽ വെച്ചു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരു വെളിവൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയില്ല, ഒരു മഴക്കൊന്ന് ഒതുങ്ങിയ പോലെ ഉണ്ടായി. അപ്പോൾ ഞാൻ മിറ്റടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുറ്റത്ത് ആകെ കരടായിരുന്നു. അപ്പോൾ ഞാൻ മിറ്റൊക്കെ അടിച്ചു വരും. ഇന്ന് നമുക്ക് താത്താടെ മോൻ്റെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, താത്താൻ്റെ മോൻ്റെ മുട്ടായി കൊടുക്കലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നിശ്ചയമില്ല, അവന് പെട്ടെന്ന് തന്നെ പോകണം. അവൻ 10 ദിവസത്തെ ലീവിനായിട്ട് വന്നതാണ്. അപ്പോൾ നിശ്ചയത്തിന് ഇനി 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവന് പോണതിൻ്റെ ഉള്ളിൽ മിഠായി കൊടുത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പെണ്ണുങ്ങൾ മാത്രമേ പോകണുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ വേഗം പണികൾ കഴിച്ചിട്ട് 10 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് വേഗം പണികൾ കഴിക്കട്ടെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഉണ്ടെങ്കിൽ നമുക്ക് പണികൾ കുറവാണ്, മുറ്റത്തെ പണികളൊന്നും ഇല്ല. അപ്പോൾ മഴ ഇല്ലാച്ചെങ്കിലും അതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മുറ്റൊക്കെ 4 വശം അടിച്ചു വരും കേട്ടോ. ഒരു മണിക്കൂർ വേണം നമുക്ക് മുറ്റടിക്കാൻ കേട്ടോ. എല്ലാ ഭാഗം അടിച്ചു വരണമെങ്കിൽ 1 മണിക്കൂറാവും. പിന്നെ എന്താ പറയുക, പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആച്ചൂട്ടനും റഷിക്കൊന്നും ഇല്ല, ഞാനും ഇഷമോളും മാത്രമേ പോകണു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ മാത്രമേ പോകണുള്ളൂ. പിന്നെ ആണുങ്ങളായിട്ട് എൻ്റെ കാകുണ്ട്, പിന്നെ മൂത്ത അളിയനുണ്ട്. കാരണന്മാരായിട്ട് 2 ആളുകൾ മാത്രമേ പോകണുള്ളൂ. അപ്പോൾ മൂത്ത അളിയനും മൂത്ത കായും കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആച്ചൂട്ടനും റഹിക്കാക്കൊക്കെ ഒരു കുശുമ്പ് ഞാൻ പോകണേന് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വെളിച്ചം വന്ന കാരണമാണ് വലിയ ക്ലിയർ ഇല്ലാത്ത, എന്താ പറയുക, ഉമ്മർത്തൊരു വെളിച്ചം. അതുകൊണ്ട് എന്താ ശരിക്കും അത് ക്ലിയർ കിട്ടണില്ല ഫോണിന്. ഇനി ഫോണിൻ്റെ ക്യാമറയ്ക്ക് കുഴപ്പമായോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതി പറഞ്ഞ കാരണം നമ്മൾ ഡ്രസ്സ് മാറി നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പറയണതും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് അങ്ങനെ കേൾക്കണില്ല പറയണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വെയിൽ തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റഷിക്ക ഉമ്മർത്ത് കുറച്ച് തുണികളൊക്കെ ഉണങ്ങാൻ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ ആകെ കിടക്കോളായില്ല. ഇന്നലെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറ്റം പറഞ്ഞാൽ അതിൽ എൻ്റെ ഭാഗത്ത് തെറ്റിട്ടാ. ഞാൻ അതിൽ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ സത്യത്തിൽ ഞാനല്ല വീഡിയോ എഡിറ്റ് ചെയ്തത്, കുഞ്ഞുമാണ് എഡിറ്റ് ചെയ്തത്. അവൻ്റെ പ്ലാനിങ് ആയിരുന്നു എല്ലാം. പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞ് കുറേ പേർക്ക് അത് മനസ്സിലായി പ്ലാനിങ് ആണെന്നുള്ളത്. റഷിക്ക് വീഡിയോയിലേക്ക് വരുന്നില്ല എന്നൊരു സത്യം തന്നെയാണ്. പക്ഷെ റഷിക്ക് വീഡിയോ ഇടാതിരിക്കാനും സമ്മതിക്കൂല. വീഡിയോ ഇട് എന്നൊക്കെ പറയുന്നോട്, എന്തെങ്കിലും എടുത്തിട്ട് ഇട്ടോ അങ്ങനെയൊക്കെ പറയൂട്ടോ. അപ്പം ഞാൻ പറയും വായോ, ഇവിടെ 2 മാസമല്ലേ ഉള്ളൂ, ആ 2 മാസം ഒന്ന് വന്ന് വായോ എൻ്റെ കൂടെ ഒന്ന് വെറുതെ നിന്നാൽ മതി, ഒന്നും പറയൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ആൾ വരുന്നില്ല. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ്, അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ വഴക്കോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ആളെ വയന്നൊന്ന് വീണുപോയി. എന്താ പറയുക, 2 മാസം കൂടിയല്ലേ ഉള്ളൂ, ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ. അത് ആൾക്ക് തന്നെ ഭയങ്കര വിഷമമായിട്ട് എന്നിട്ട് പറഞ്ഞപ്പോൾ ഇനി പറയേണ്ടിയിരുന്നില്ല എന്നായിട്ടാ. അപ്പോൾ മിഠായി കൊടുക്കാനാണ് പോണത്. ഞാൻ പറയട്ടെ, കാര്യങ്ങൾ പറയാം. അപ്പോൾ മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്, താത്താരും പിന്നെ ഇക്കാടെ ഭാര്യയും പിന്നെ താത്താടെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് പെൺകുട്ടീനെ ഞാൻ ശരിക്കും കാണിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇവനാണ് ചെക്കൻ. ഇവനെ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ അവനെ കാണാണ്ടില്ലേ. മറ്റേ പെൺകുട്ടീനെ ശരിക്കും കാണിച്ചിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നിശ്ചയം കഴിയാത്തത് കൊണ്ട് ശരിക്കും കാണിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈഡ് ഭാഗമൊക്കെ കാണാണ്ടാവും. അപ്പോൾ അങ്ങനെ ക്ലിയറായി കാണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഈ താത്താടെ മോൻ്റെ ആയിരുന്നു മിഠായി കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി പോയിക്കാണ്. അപ്പോൾ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ തൊട്ടപ്പുറത്ത് നല്ല ഭംഗിയുള്ള ഒരു പറമ്പൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ. പെട്ടെന്ന് തന്നെ വന്നു. ഞങ്ങൾ 12 മണി 12:15 ആകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ റഷിക്ക അവിടെ പുറത്തു കൂടെ നടക്കുന്നുണ്ട്. ഞാൻ മെഷീനിൽ തിരുമ്പാട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയിക്കാണ്. അങ്ങനെ ഞാൻ വന്നപ്പോൾ പിന്നെ അതൊക്കെ എന്നെ ഏൽപ്പിച്ചു. പിന്നെ കുട്ടികൾക്ക് പമ്പരവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ഓല കൊണ്ട് നമ്മൾ തെങ്ങ് കയറാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു അത്ര. അപ്പോൾ പച്ചോല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പന്ത്, ഓല, പമ്പരം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊന്നും ഉണ്ടാക്കി എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ റേഷിക്ക് വന്നു കഴിഞ്ഞാൽ വാഴാനിയിലാകുമ്പോഴേക്കും വാഴാനിയിലാകുമ്പോൾ ഇത് പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ശീലമാക്കിയിട്ട് ഇപ്പോൾ അവർ ഓല കണ്ടപ്പോൾ ഉണ്ടാക്കി തായോ എന്ന് പറയുകയാണ്. അങ്ങനെ ഞാൻ ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇക്കാടെ കുട്ടിക്ക് എന്താ പനിയാണ്, അപ്പോൾ മദർസയിലേക്കൊന്ന് ഊതിക്കാൻ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണാനില്ല. അപ്പോൾ ഞാനും
ഒന്ന് പോയി പിന്നാലെ. അപ്പോൾ ഉമ്മ ചീത്ത പറഞ്ഞു, റേഷിക്കാനെ വിളിച്ചിട്ട് എന്താ വരാനീന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ റേഷിക്ക് കിടന്ന് ഉറങ്ങായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. അപ്പോൾ ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വായോ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരും വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു, വീട്ടിലിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് മഗ്‌രിബിൻ്റെ സമയം ആവാറാകുമ്പോഴാണ് തിരിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വീട്ടിൽ മതിലൊക്കെ ഇടിഞ്ഞിട്ട് നമ്മുടെ അവിടെ കല്ലൊക്കെ കൊടുന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ വീഡിയോയിൽ കുറച്ച് ഓവറായില്ലേ, അത് ഞങ്ങൾ തമ്മിൽ തല്ലൂട്ടോ വഴക്കോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ എന്താ അങ്ങനെ ചെയ്ത് വെച്ചെങ്കിൽ വീഡിയോയ്ക്ക് വരുന്നില്ല, അതൊരു കാര്യം. പക്ഷെ ആൾ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയിൽ 2-3 ദിവസമൊക്കെ വന്നപ്പോൾ കുറച്ച് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റേഷിക്ക കറുത്തു, റേഷിക്ക ക്ഷീണിച്ചു, പിന്നെ എന്താ പറയുക, ആളെന്താ ഒന്നും സംസാരിക്കാത്ത, ആളെന്താ മിണ്ടാത്ത, ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ആൾക്കൊരു മടി. അപ്പോൾ ആൾക്കാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, സംസാരിക്കാൻ ഇത്തിരി കുറവുള്ള ആളാണ്, സംസാരിക്കില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു മടി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോയിൽ വരാത്തത്. ഞാൻ പറഞ്ഞ ആൾക്കാരങ്ങനെ പലതും പറയും, അതൊന്നും കുഴപ്പമില്ല, വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് നിൽക്കാം എന്നൊക്കെ ഞാനും പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ എന്താൾ പറഞ്ഞു ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു, കുഞ്ഞുവിൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു അത്. പക്ഷെ സത്യത്തിൽ വിളിച്ചപ്പോൾ വന്നില്ല, വീഡിയോ എടുക്കാൻ വന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഉപ്പാനെ നമുക്കൊന്ന് പറ്റിക്കാം, ഒന്ന് ചൂടാവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പറ്റിച്ചതാണ്. അത് ഇത്രയും സീരിയസ് ആവുന്നോ, ഇത്രയും കാര്യമായിട്ട് നിങ്ങൾ എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ, തല്ലൂടിയിട്ടും തമാശക്ക് കേട്ടോ, അല്ലാണ്ട് കാര്യമായിട്ട് സീരിയസ് ആയിട്ടൊന്നും ഇതുവരെ തല്ലൂടിയിട്ടില്ല, തലപൊളിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പബ്ലിക് ആക്കരുതെന്ന് പറഞ്ഞു. നമ്മളെല്ലാ കാര്യങ്ങളൊന്നും പബ്ലിക് ആക്കാറില്ല കേട്ടോ. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 7 മിനിറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ എന്താ പബ്ലിക് ആക്കാനുള്ളത്, അങ്ങനെയൊന്നും നമ്മൾ ആക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ എന്തായാലും നമ്മളോട് ഇഷ്ടം കൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ചിലവർ കുറച്ച് ഇതായിട്ടുള്ള കമൻറ്റൊക്കെ വന്നു. പക്ഷേ കമൻറ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും നിങ്ങൾക്കും ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് അതിനുള്ളതാണല്ലോ. അപ്പോൾ അതൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരും തെറ്റിദ്ധരിച്ചു നമ്മളെ തന്നെ. പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു പ്ലാനിങ് ആണെന്നുള്ള പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. നമ്മൾ കസേരയിൽ ഞാൻ പിണങ്ങിയിരിക്കുന്ന പോലെ ഇരുന്നില്ലേ, അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞു അത് അവനത് അറിയാതെ കട്ട് ചെയ്ത് കളഞ്ഞു, അതുണ്ടായത്. അപ്പോൾ ഇങ്ങനെയും വീഡിയോസൊക്കെ അല്ല ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട്. ഞാനും വിചാരിച്ചു കേട്ടോ, നമ്മളാണെങ്കിൽ 2 മണിയാകുമ്പോൾ സമയം ഇട്ടൊക്കെയാണ് അതിൽ ചെയ്യാറ്. 2 മണിയാകുമ്പോൾ തന്നെ അപ്ലോഡ് ആവും. മുൻകൂട്ടി വീഡിയോ എടുത്തേക്കാണെങ്കിൽ നമ്മൾ ടൈം ഇട്ടേക്കും. അപ്പോൾ ടൈം ആകുമ്പോൾ അത് തന്നെ അപ്ലോഡ് ആവും. ഞാനാണെങ്കിൽ ഇന്നലെ മിഠായി കൊടുക്കലും ചടങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു, അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു 3 മണി 3:30 ആകുമ്പോൾ എണീച്ചപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ഏകദേശം 4-4:30 ആയിട്ടുണ്ട്, 3:30 അല്ല 4:30 ആയിട്ടുണ്ടാവും. കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ആകെ ഇത്. അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ കണ്ടത് കേട്ടോ. വീഡിയോ കണ്ടപ്പോഴാണ് ആ ഒരു ഭാഗം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ആ ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇട്ടിരുന്നില്ല. ആ ഒരു ഭാഗം ഇല്ല എന്ന് എനിക്കുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അപ്ലോഡായി. അപ്പത്തിന് 7K 8K വ്യൂസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, നമ്മളേൽ വന്ന മിസ്റ്റേക്കാന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. ഇപ്പം ഞങ്ങളിതാ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്, വരൂര് യാറത്തിൻ്റെ അവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുളിക്കുന്നുണ്ട്, പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് കുളിക്കണം, അങ്ങനെ പോകണം. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.